നിങ്ങളൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ റൺ ചെയ്യുന്നവരാണെങ്കിൽ അതും ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ ഈ വീഡിയോ മുഴുവൻ കാണുക. കാരണം നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആവുന്നതും നിങ്ങളുടെ സെയിൽസ് ഡ്രോപ്പ് ആവുന്നതിൻ്റെയും റീസണാണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ വിത്ത് എ ഫുൾ വീഡിയോ. ഷെയർഡ് ഹോസ്റ്റിംഗ് ഒരുപക്ഷെ നിങ്ങളുടെ ഒരുപാട് എമൗണ്ട് ലാഭിക്കാം. കാരണം വർഷത്തിലൊരിക്കൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങളുടെ സെയിൽസ് വർക്കൗട്ട് ആവുന്നത് വരെ സെയിൽസ് വർക്കൗട്ട് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ആഡ്സ് വഴിയോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് സെയിൽസ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ തന്നെയാണെങ്കിൽ അതൊരു ബിഗ് മിസ്റ്റേക്കാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷെയർഡ് ഹോസ്റ്റിങ്ങും ക്ലൗഡ് ഹോസ്റ്റിങ്ങും തമ്മിൽ എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ളതെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ എമൗണ്ട് വെച്ച് മാത്രമായിരിക്കും എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ സെയിൽസിൽ നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാകുന്ന നഷ്ടം എത്രത്തോളം വലുതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ക്ലൗഡ് ഹോസ്റ്റിങ്ങിലേക്ക് മൂവ് ചെയ്യും. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു റിയൽ ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അവൻ്റെ വെബ്സൈറ്റിലേക്ക് കൺകറൻ്റ് ആയിട്ട് ട്രാഫിക് വന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ വൈറലായി. ആ വീഡിയോയിൽ നിന്ന് ഒരുപാട് ആളുകൾ വെബ്സൈറ്റിലേക്ക് കയറി വന്നു. ഇങ്ങനെ വെബ്സൈറ്റിലേക്ക് ആളുകൾ കയറി വന്നപ്പോഴത്തേക്കും വെബ്സൈറ്റിൻ്റെ സെർവർ ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഷെയർഡ് ഹോസ്റ്റിങ്ങിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വെബ്സൈറ്റുകളാണ് അതിനകത്തുണ്ടാവുക. നിങ്ങളുടെ വെബ്സൈറ്റും മറ്റാരുടെയൊക്കെയോ വെബ്സൈറ്റുകളും ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ആ പ്ലാനിൽ നിങ്ങൾക്ക് ഏത് കമ്പനിയാണോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിനകത്തുണ്ടാവും. ആ പേരിൽ തന്നെയുണ്ട് ഷെയർഡ് ഹോസ്റ്റിംഗ്. അതായത് നിങ്ങളും മറ്റാരൊക്കെയോ ചേർന്ന് ഒരു സെർവർ ഷെയർ ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് ഒരുപാട് ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സെർവർ ഡൗൺ ആവും. അതേപോലെ തന്നെ ക്ലൗഡ് ഹോസ്റ്റിംഗിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് കൺകറൻ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ട്രാഫിക്കിൻ്റെ ഒരു കൗണ്ട് നിങ്ങൾക്ക് അവർ നൽകും. അതിനുശേഷം അതിൽ കൂടുതൽ ട്രാഫിക്ക് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടത് അപ്സ്കെയിൽ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു 4GB റാം ആണുള്ളതെന്നുണ്ടെങ്കിൽ അത് 8GB റാമിലേക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടി ഞാൻ അവന് നേരത്തെ സജസ്റ്റ് ചെയ്തിരുന്ന പ്ലാറ്റ്ഫോം ക്ലൗഡ്വേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയൽ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഈ ക്ലൗഡ്വേസ് പ്ലാറ്റ്ഫോം അവനെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവൻ്റെ സൈറ്റിൽ ഈ ഒരു ട്രാഫിക് ഹൈക്ക് വലിയ രീതിയിൽ വന്നപ്പോഴത്തേക്കും ക്ലൗഡ്വേസ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ സെർവർ അപ്സ്കെയിൽ ചെയ്യൂ എന്നുള്ളതാണ്. സെർവർ അങ്ങനെ ഈ പറഞ്ഞത് പ്രകാരം 8GBയിൽ നിന്ന് 16GB അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ വിചാരിക്കും നമുക്ക് മാസം വലിയൊരു എമൗണ്ട് വരുമല്ലേ എന്ന്. 8GBയിൽ നിന്ന് 16GB അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഉണ്ടായ എമൗണ്ടിൻ്റെ ഡിഫറൻസ് കുറച്ച് നാളത്തേക്ക് മതിയായിരുന്നു ആൾക്ക്. അതായത് ഒരു 5-10 ദിവസമേ ആ ഇൻസ്റ്റഗ്രാം വീഡിയോ വൈറലായി നിന്നിരുന്നുള്ളൂ. അതിനുശേഷം ട്രാഫിക് വീണ്ടും ഡൗൺ ആയി. ഈ സാഹചര്യത്തിൽ വീണ്ടും സെർവർ ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ട് അവന് സാധിച്ചു. മറിച്ച് ഇത് ഷെയർഡ് ഹോസ്റ്റിങ്ങിലായിരുന്നു സംഭവിച്ചെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ക്രാഷ് ആയേനെ, നിങ്ങളുടെ സെർവർ ഡൗൺ ആയേനെ. ഇനി വെബ്സൈറ്റ് ക്രാഷ് ആയില്ലെങ്കിൽ പോലും യൂസേഴ്സിന് ഒരു ഫാസ്റ്റ് ആൻഡ് ഈസി ചെക്കൗട്ട് പ്രോസസ്സ് കിട്ടണമെന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വലിയ രീതിയിൽ ട്രാഫിക്ക് വരുമ്പോൾ സെർവർ ലാഗ് ആവും. അപ്പം പതിയെ ആയിരിക്കും പല പ്രോസസ്സും നടക്കുക. ഇതിന് നിങ്ങൾക്ക് ആകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിലെ കംപ്ലീറ്റ് ഡാറ്റയും ബാക്കപ്പ് എടുത്തതിന് ശേഷം മറ്റേതെങ്കിലും ഒരു ഹോസ്റ്റിങ്ങിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചിലർ പറയും ക്ലൗഡ് ഹോസ്റ്റിങ്ങിലേക്ക് പോകാൻ, ചിലർ പറയും ഷോപ്പിഫൈ വെബ്സൈറ്റിലേക്ക് പോകാൻ, ചിലർ മറ്റേതെങ്കിലും കസ്റ്റം ഇതിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുടെ ഇടയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ഹോസ്റ്റിങ് നല്ലൊരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതും ക്ലൗഡ്വേസ് പോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് കൺട്രോളും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ട്രാഫിക് ഹൈക്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നെ സാധിക്കും. അതുപോലെ സിമ്പിൾ ആൻഡ് ഈസി പ്രോസസ്സായിരുന്നു എനിക്ക് ഇതിൻ്റെ ബാക്കെൻഡിലൂടെ ആ സെർവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. ഇതിനു വേണ്ടി എന്നെ ടെക്നിക്കലി ഹെൽപ്പ് ചെയ്തത് വേറെ ആരുമല്ലായിരുന്നു, ക്ലൗഡ്വേസ് ടീം തന്നെയായിരുന്നു. ക്ലൗഡ്വേസുമായി ചാറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? അവർ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് സെർവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മതി. അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഒരു ടിക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ചെയ്യരുത്. കാരണം അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ആ ഒരു കാര്യം വരെ എൻ്റെ അടുത്ത് സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. അതെനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് ടിക്കിട്ട് കൊടുക്കാതിരുന്നപ്പോൾ ആ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ കാണിക്കാം എന്താണ് ആ ഓപ്ഷൻ എന്നുള്ളത്. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ലായിരുന്നു, ക്ലൗഡ്വേസിൻ്റെ നമ്മുടെ സെർവറിൻ്റെ ഡാഷ്ബോർഡിൽ നമുക്ക് വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വെർട്ടിക്കൽ സ്കെയിലിങ്ങിൽ പോയാൽ നമ്മുടെ സെർവർ ഇപ്പോൾ കിടക്കുന്നത് 2GB ആണോ 4GB ആണോ 8GB ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ 2GBയിൽ നിന്ന് 4GB നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്ത് നമ്മുടെ സെർവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം.
ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇൻക്ലൂഡ് ഡിസ്പേസ് ഇൻ സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇൻക്ലൂഡ് ഡിസ്പേസ് ഇൻ സ്കെയിലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ട് പെട്ടെന്ന് എളുപ്പമല്ല. നമ്മൾ സെർവർ വീണ്ടും ക്ലോൺ ചെയ്തിട്ടൊക്കെ പറ്റുകയുള്ളൂ. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ആക്കുന്നില്ല എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വന്ന് ഈ 4 GB എന്നുള്ളത് 2 GB ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചിലർ ആലോചിക്കും ഇതെങ്ങനെയാണ്, ഇ കൊമേഴ്സ് വെബ്സൈറ്റ് റൺ ചെയ്യുന്ന ആരെയും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളുടെ വെബ്സൈറ്റിൽ അറ്റ് എ ടൈം എത്ര ട്രാഫിക് ഉണ്ടെന്ന് അനലൈസ് ചെയ്യാൻ, അതിപ്പോൾ ഗൂഗിളിൻ്റെ GA4 അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലും ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എത്രത്തോളം ട്രാഫിക് നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്നുണ്ടെന്നുള്ളത്. ഇതിനനുസൃതമായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഹോസ്റ്റിംഗ് സ്പേസിനെ വെർട്ടിക്കൽ സ്കെയിൽ ചെയ്യാനുള്ള ഹെൽപ്പാണ് ക്ലൗഡ്വേസ് പോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുക. മറിച്ച് ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ നിൽക്കുന്ന നിങ്ങളുടെ വെബ്സൈറ്റ് ഇപ്പോഴും ലാക്ക് ചെയ്യുന്നുണ്ടാവും ഈ ഒരു സെർവർ ഇഷ്യൂ കാരണം. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടമെന്ന് പറയുന്നത് വളരെ വലുതാണ്. യൂസേഴ്സ് പ്രോപ്പറായിട്ട് ചെക്കൗട്ട് ചെയ്യുകയില്ല. വളരെ ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേസ് നിങ്ങൾക്ക് ഓപ്പണായി വന്നു എന്നിരിക്കത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ സെയിൽസിനെ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഒക്കെ ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്ക് ഫാസ്റ്റായിട്ട് ലോഡാവില്ല നിങ്ങളുടെ വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങളൊരു 100 രൂപ കൊടുത്തിട്ടോ 50 രൂപ കൊടുത്തിട്ടോ കൊണ്ടുവരുന്ന ഒരാൾ ആ ആഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡാവുന്നില്ല. കാരണം എന്താ? നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഹോസ്റ്റിംഗ് ലാക്ക് ചെയ്യുകയാണ്, സെർവർ സ്പേസ് കറക്റ്റ് അല്ല. അപ്പോൾ നിങ്ങളൊരു 10,000 രൂപയ്ക്ക് ഇവിടെ ആഡ് റൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല, നിങ്ങളുടെ ഹോസ്റ്റിംഗ് നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്കിതുപോലെ ക്ലൗഡ് ഹോസ്റ്റിംഗ് വേണമെന്ന് പറയുന്നത്. എന്നാൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു സ്റ്റാർട്ടിംഗ് വെബ്സൈറ്റ് ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ 1 GB പ്ലാനിൽ നിങ്ങൾക്ക് ക്ലൗഡ് ബേസിനകത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്കാട്ടിലും നിങ്ങൾക്ക് ഏത് സമയത്തും വെർട്ടിക്കൽ സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. ഹൈ എൻഡ് സപ്പോർട്ട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. 24/7 സപ്പോർട്ടുണ്ട്. ഇതുകൂടാതെ മറ്റൊരുപാട് ഫീച്ചേഴ്സ് പല വീഡിയോകളിലായിട്ട് ഞാൻ ഇവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 days ഫ്രീ ട്രയൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോമിൽ. നിങ്ങൾ ജസ്റ്റ് ഒരു സെർവർ ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കൂ, വെരി ഈസിയാണ്. ഇനി എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്ലൗഡ് വേസ് ടീം തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു കൂപ്പൺ കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. സെർവർ നിങ്ങൾ സൈനപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഡിസ്കൗണ്ട് ഉപയോഗിക്കുക. 3 days ഫ്രീ ട്രയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സെർവർ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ മറ്റു വീഡിയോയും ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡാഷ്ബോർഡൊക്കെ പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഇ കൊമേഴ്സ് ബിസിനസ് റൺ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ക്ലൗഡ് ഹോസ്റ്റിംഗ് മാത്രം ചൂസ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ തന്നെ നമുക്ക് കോസ്റ്റ് കുറവിൽ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ഉള്ളപ്പം എന്തിനാണ് നമ്മൾ പോയി നമ്മുടെ ബിസിനസ് ഫ്യൂച്ചർ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. സുബി.